ചിലപ്പോൾ നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും നമ്മളൊരു NGS ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് ഈ NGS? എന്തെങ്കിലും പുതിയ ട്രീറ്റ്മെൻ്റ് ആണോ അല്ലെങ്കിൽ പുതിയ ടെസ്റ്റാണോ? നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ചന്ദ്രശേഖരൻ, ഒരു മെഡിക്കൽ ഓങ്കോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ NGS എന്താണ്, അത് എന്ത് സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുക, പിന്നെ അത് ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട്. എന്താണ് ഈ NGS പറഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ്. ഇതിൽ നമ്മുടെ ശരീരത്തിലെ DNA നോക്കിയിട്ട് അതിൽ തെറ്റോ അല്ലെങ്കിൽ മ്യൂട്ടേഷൻസോ മനസ്സിലാക്കുന്ന ഒരു ടെസ്റ്റാണ്. ഉദാഹരണമായിട്ട് നമ്മൾ ഒരു ഒരു QR കോഡ് വായിക്കുന്ന പോലെ ഈ NGS നമ്മളെ DNA കോഡാണ് വായിക്കുന്നത്. വേറൊരു ഉദാഹരണമായിട്ട് നമ്മളൊരു ശരീരം, നമ്മളെ ബോഡി ഒരു പുസ്തകമായി കരുതിയാൽ അതിൽ കുറേ വാക്കുകൾ, ഒരു 25,000 30,000 വാക്കുകൾ ഉള്ള ഒരു പുസ്തകമായി വിചാരിച്ചാൽ NGS ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പുസ്തകത്തിൽ എവിടെയൊക്കെ തെറ്റുകളുണ്ട് അതിനൊക്കെ പിക്കപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജി ആണ്. എന്തുകൊണ്ടാണ് NGS ഇമ്പോർട്ടൻറ്റ്? ഒരു ഉദാഹരണമായിട്ടൊരു ലങ് ക്യാൻസർ ഉള്ള പേഷ്യൻറ്റിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഒരു 2-3 പേഷ്യൻസിന് കൊടുക്കുമ്പോൾ 3 പേരുടെ റെസ്പോൺസും വ്യത്യാസമാകും. അപ്പോൾ ഓരോ ലങ് ക്യാൻസർ വ്യത്യാസമാണ് ഓരോ പേഷ്യൻറ്റിന്. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? ഈ വ്യത്യാസങ്ങൾ നമ്മുടെ ശരീരത്തിലെ DNA ആണ് അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ DNAയിൽ ഒരു തെറ്റുണ്ടാവുമ്പോൾ അപ്പോൾ നമ്മൾ ക്യാൻസർ വരുന്ന ഒരു രോഗലക്ഷണങ്ങളാണ് പിന്നെ വരാറ്. ഏറ്റവും കോമൺ ആയിട്ട് ലങ് ക്യാൻസറിൽ നമ്മൾ ചില ഡ്രൈവർ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ EGFR മ്യൂട്ടേഷനിൽ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി NGS ടെസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പാരമ്പര്യമായിട്ട് ചില ക്യാൻസേഴ്സ്, ഫോർ എക്സാമ്പിൾ നമ്മൾ കൊളോൺ ക്യാൻസറിൽ MSI ഹൈ പറഞ്ഞ ഒരു ടൈപ്പ് ക്യാൻസർ ഉണ്ട്, അതിനെ കണ്ടുപിടിക്കാൻ NGS ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മൾ ലങ് ക്യാൻസറിൽ തന്നെ HER2 പോസിറ്റീവ്, MET പോസിറ്റീവ്, അങ്ങനത്തെ കുറേ രീതികളുള്ള ടൈപ്പ് മ്യൂട്ടേഷൻസിനെ കണ്ടുപിടിക്കാൻ NGS യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് NGS ചെയ്യുന്നത്? NGS ടെസ്റ്റ് നമ്മൾക്ക് ടിഷ്യൂ അല്ലെങ്കിൽ നമ്മൾ ബയോപ്സീൻ്റെ മേലെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ രക്തത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ ബ്ലഡ് എടുക്കുമ്പോൾ അതിൻ്റെ പേരാണ് ലിക്വിഡ് ബയോപ്സി. ഈ ടെസ്റ്റിന് വേണ്ടി നമ്മൾ ഫ്രഷായിട്ട് ഒരു സാമ്പിൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ബയോപ്സി ചെയ്ത ഒരു സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ഈ ടെസ്റ്റിന് വിടാൻ പറ്റും. ഈ ടെസ്റ്റ് അതിൻ്റെ കോസ്റ്റ് നമ്മൾ എവിടുന്നാ ചെയ്യുന്ന അനുസരിച്ചിട്ടാണ്. ചില ടെസ്റ്റുകൾ നമ്മൾ ഔട്ട്സൈഡ് US വിടേണ്ട ആവശ്യം വരാറുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടാൻ വേണ്ടി. ചില ടെസ്റ്റ് നമ്മൾ ഇന്ത്യയിൽ തന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ കോസ്റ്റ് ഔട്ട്സൈഡ് ടെസ്റ്റിന് ചിലപ്പോൾ അറൗണ്ട് 2 to 3 lakhs അടുത്താവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യൻ ടെസ്റ്റ്സ് ആകുമ്പോൾ ബിറ്റ്വീൻ 50,000 to 60,000 അടുത്തൊക്കെ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഈ ഒരു ടെസ്റ്റിൻ്റെ ഒരു ബെനിഫിറ്റ്, അതിൻ്റെ ഒരു റിസൾട്ട് വരുന്നത് നോർമലി ഒരു 3-4 ആഴ്ച എടുക്കും. എന്തുകൊണ്ടാണ് ഇത്ര സമയം എടുക്കുന്നത്? ബിക്കോസ് ഒരു വളരെ ഡീറ്റെയിൽ ആയ ടെസ്റ്റാണ്. ആൻഡ് അതിൽ നമ്മൾ ഈ DNA മീൻസ് ആ ഒരു ബയോപ്സീൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്തിട്ട് അതിനെ ഡീറ്റെയിൽ ആയി സ്റ്റഡി ചെയ്യണം. ഇതല്ലാതെ അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ സാമ്പിൾസ് വന്നത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ഒറ്റയൊരു ലെവലിൽ അങ്ങനെ റൺ ചെയ്യാറ്. എപ്പോഴാണ് NGS ചെയ്യേണ്ടത്? NGS ടെസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ചില ടൈപ്പ് ക്യാൻസറിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് ലങ് ക്യാൻസർ. ചില കേസസിൽ നമ്മൾ ഇമ്മ്യൂണോ തെറപ്പി പറഞ്ഞ പുതിയ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ടാർഗറ്റ് തെറപ്പി പറഞ്ഞ ട്രീറ്റ്മെൻറ്റിന് അർഹതമാണോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് NGS ചെയ്യാറുണ്ട്. മൂന്നാമത്തെ നമ്മൾ ഒരു ജനറ്റിക്, നമ്മൾ പാരമ്പര്യമായിട്ട് റിസ്ക് ഉണ്ടോ ഇല്ലയോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ടെസ്റ്റ് ചെയ്യും. പിന്നെ വരുന്നത് നമ്മൾ സാധാരണ ഉപയോഗിച്ച എല്ലാ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വലിയ ഓപ്ഷൻസ് ഇല്ല, അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ടാർഗറ്റോ എന്തെങ്കിലും വേറെ വഴിയിൽ നമ്മൾ ഈ ക്യാൻസറിൻ്റെ ചികിത്സ ചെയ്യാൻ പറ്റുമോ അറിയാൻ വേണ്ടിയിട്ട് ആ സമയത്തും ഡോക്ടേഴ്സ് ചിലപ്പോൾ NGS ടെസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ NGSൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയ ഒരു ചർച്ച. അപ്പോൾ അടുത്ത പ്രാവശ്യം ഡോക്ടർ പറയുമ്പോൾ ഒരു NGS ചെയ്യണം, അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ ഇൻഫർമേഷൻ ഉണ്ടാവും, എന്തുകൊണ്ടാണ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും.
ആൻഡ് അതിനെ ഒരു സ്മാർട്ടർ ടെക്നോളജി ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ക്യാൻസറിൻ്റെ എതിരായിട്ടുള്ള നമ്മളുടെ ഈ ഒരു പോരാട്ടത്തിൻ്റെ ഒരു വലിയ ആയുധമായിട്ട് നമ്മൾ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യണം. താങ്ക് യു ആൻഡ് ഹാവ് എ ഹെൽത്തി ലൈഫ്.